ശ്രീ വി വസീഫ്, കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. DGPയുമായി ആലോചിച്ച് എന്താണ് നടപടിയെടുക്കാൻ കഴിയുകയെന്ന് മുഖ്യമന്ത്രി നേരിട്ട് അവർക്ക് ഉറപ്പു നൽകുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശ്രീ വി വസീഫ്, അവർക്ക് താങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ ദുരന്തത്തിനിരയായ ഒരു കുടുംബം വീണ്ടും ആക്രമിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഞങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയുന്നില്ല, ഞങ്ങൾ തുടർച്ചയായി ഇരയാക്കപ്പെടുന്നു എന്നൊരു കുടുംബം ചിന്തിച്ചാൽ അതിന് മറുപടി ആര് പറയും? കോൺഗ്രസ് ചോദിക്കുന്നത് പ്രോസിക്യൂഷൻ മനഃപൂർവ്വം പരാജയപ്പെട്ടുകൊടുത്ത ഒരു കേസാണ് ഇത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷമാണ് ആരോപിക്കുന്നത്. DYFI അതിന് അപ്പീൽ പോകണമെന്നൊരു വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അങ്ങനെ ഇതിനകത്തൊരു പ്രതിരോധം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും സംരക്ഷിക്കുകയോ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ഫ്രാങ്ക്, ഈ കുഞ്ഞിനും അതേപോലെ തന്നെ ഈ കുഞ്ഞിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അതുപോലെ തന്നെ ഇതിന്റെ വാദത്തിനിടയിൽ കിട്ടുന്നില്ല എന്നൊരു ബോധ്യം ഉണ്ടാകുന്നുണ്ടോ? അല്ല, അതിനകത്ത് അതിൽ പല കാരണമുണ്ട്. ഇപ്പോൾ ആസിഫ് അലി മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് ആസിഫ് അലി എഴുതിയ ലേഖനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിച്ചത്. അദ്ദേഹം അതിൽ പറയാൻ ശ്രമിച്ചത് കോടതി എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല, ഈ വാദങ്ങൾ അംഗീകരിക്കാൻ പറ്റാവുന്ന, എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ലേഖനം ഇല്ല, വേണമെങ്കിൽ ഞാൻ ഉന്നയിക്കാം. ഞാനത് വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിന് വേണ്ടിയൊക്കെ വാദിക്കുന്ന അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ഈ അഡ്വക്കേറ്റ് ആസിഫ് അലിയുടെ ഒരു ലേഖനമുണ്ടായിരുന്നു, മാതൃഭൂമിയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊക്കെ പറയുന്നത് ഈ വാദത്തിനോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിനോ എന്തെങ്കിലും പാളിച്ചകളുണ്ട് എന്ന തരത്തിലായിരുന്നില്ല. അത് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിനകത്ത് എന്തോ ഒരു ഫൈൻഡിങ്സിൽ എത്തുന്നതിൽ ഒരു പ്രശ്നമുണ്ടായി എന്നുള്ള നിലക്ക്. അപ്പോൾ ഒരു അന്വേഷണവും അതിൻ്റെ വിധിയൊക്കെ വരുന്ന സമയത്ത് പല രീതികളിൽ ഇതൊക്കെ പരിശോധിക്കപ്പെടും. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനകത്തൊരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ആവശ്യമായ സമീപനം സ്വീകരിക്കാത്തത് കൊണ്ട് ഒരു പ്രയാസമുണ്ടായി എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ തുടക്കത്തിൽ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരു പത്രക്കാരനെ നമുക്കറിയാം, ഒരു മാധ്യമപ്രവർത്തകനെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വിധിയുടെ പല പേജുകളിലായി പ്രോസിക്യൂഷന്റെ അന്വേഷണത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ വലിയ തോതിൽ, അന്വേഷണ സംഘത്തിന്റെ സംഭവിച്ച വീഴ്ചകൾ വലിയ തോതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്, പേജുകൾ എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ആ വിധി വന്ന ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് എന്നതുകൊണ്ടാണ് ഉന്നയിക്കപ്പെടാതെ പോയത്. ഞാൻ വസീഫിനോട് നേരിട്ട് ചോദിച്ചത് ഇതാണ്. വസീഫ്, നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചോദിച്ചതുപോലെ നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ടല്ലോ, തുടർച്ചയായി ഇരയാക്കപ്പെടുന്നു, നീതി കിട്ടുന്നില്ല എന്നൊരു കുടുംബത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അല്ല, അതിന് ഉത്തരവാദി ഭരിക്കുന്ന പാർട്ടി മാത്രമാണ് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനെ അതോ ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞ ഈ കോടതി, നമ്മളിപ്പോൾ പറയുന്നില്ല എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, അതേപോലെ ഒക്കെ നമ്മൾ പറഞ്ഞു വരുന്നതാണ്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി പറ്റിയ എവിടെയാണോ പാളിച്ച പറ്റിയത് അത് പരിശോധിക്കുന്ന തരത്തിലേക്ക് പോകണം എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഒരിക്കലും അവിടെ ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിക്ക് വേണ്ടി ആരെങ്കിലും നിന്നു എന്നുള്ള അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. മലപ്പുറത്ത് ഇപ്പോൾ തുവ്വൂരിൽ വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയത് സ്വന്തം വീട്ടിലാണ്. എന്നിട്ട് ആ വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ മാർച്ച് സംഘടിപ്പിക്കുക പഞ്ചായത്ത് ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നിലമ്പൂരിൽ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്നിട്ട് ചാക്കിൽ കെട്ടി വെച്ചത് എവിടെയാ? കോൺഗ്രസിൻ്റെ ഓഫീസിൽ, മുൻ മന്ത്രിയുടെ ഓഫീസിനകത്തായിരുന്നു, അവരുടെ ഓഫീസിനകത്താ. ഇതൊക്കെ ഈ കേരളത്തിൽ കണ്ടതാണ് നമ്മൾ. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇതിനെ സംരക്ഷിക്കുകയും അതിന് നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനെ കാണരുതേ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പോക്സോ കോടതികളുടെ എണ്ണത്തിൽ തന്നെ വലിയ വർധനവുണ്ടായി, 70ഓളം കോടതികൾ വരുന്നു. അങ്ങനെ ട്രയൽ നടത്തുന്നതിലൊക്കെ വളരെ ഫാസ്റ്റായി. എന്തെങ്കിലും തരത്തിലുള്ള നടപടികളോ ആഭ്യന്തര അന്വേഷണമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ അവർക്ക് കൃത്യവിലോപം കോടതി ചൂണ്ടിക്കാണിച്ച സ്ഥിതിക്ക്? അല്ല, കോടതിയല്ല, അതിനകത്ത് തന്നെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇതിലെ ഈ കുട്ടിയുടെ അച്ഛൻ പത്രക്കാരോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പത്രപ്രവർത്തകനെ ചോദ്യം ചെയ്തത് മാധുവിന് അറിയാലോ, ഇതിനകത്തുണ്ട്. അത് പ്രതിഭാഗത്തിന് വേണ്ടി ആ പത്മകുമാർ KK എന്ന് പറയുന്ന ഡയറക്ടർ ഓഫ് കേരളീയം ന്യൂസ് ചാനൽ,
അവരെ അതിനകത്ത് ചോദ്യം ചെയ്യുകയും അത് ഈ അന്വേഷണത്തിന് അല്ലെങ്കിൽ ഈ കുറ്റം തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ പ്രതിക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് ആ അഭിമുഖം വരെ മാറി എന്നുള്ള ഒരു വ്യാഖ്യാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്ത തലത്തിൽ ഈ വിഷയത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്തെ അന്വേഷണത്തിനകത്തും അതുപോലെ തന്നെ പിന്നെ ആദ്യത്തിൽ ഇപ്പം ഈ പ്രതി എന്ന് പറയുന്ന കക്ഷി തന്നെ ആരാ? ഇവരുടെ ബന്ധുക്കളാണല്ലോ. ഇവരൊക്കെ ഇപ്പോൾ ഇന്ന് ആക്രമിച്ച ആളാരാ? ബന്ധുക്കളാണ്. ഈ കുട്ടിയെ ആദ്യമായി കൊണ്ടുപോകുന്നത് ഈ പ്രതിയുടെ അച്ഛനാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ അറിവ്. അങ്ങനെ കൊണ്ടുപോകുന്നതും ഇതിൽ അവർ കൂട്ടായി ഒരുമിച്ച് ബന്ധുക്കൾ ഒരുമിച്ച് നടന്ന ഈ കേസിൽ, കാരണം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാകുന്ന തരത്തിലേക്കും പിന്നീടാണ് പ്രതിയിലേക്ക് എത്തുന്നതും അത് പോലീസിൻ്റെ ഒരു ഇടപെടലൊക്കെ ആണല്ലോ അതിനകത്തേക്ക് എത്തുന്നത്, പ്രതിയിലേക്ക് എത്തുന്നത്. പക്ഷെ അതിലെ അകത്ത് ദൗർഭാഗ്യവശാൽ എന്തൊക്കെയോ സംഭവിച്ച് പ്രതിക്ക് ശിക്ഷ കിട്ടുന്നതിലേക്ക് എത്തിയില്ല. ഭാഗമായിട്ടല്ല ശ്രീ വി വസീഫ്, അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രതിയിലേക്ക് എത്തില്ലല്ലോ. പോസ്റ്റ്മോർട്ടത്തിൽ പ്രതി ആത്മഹത്യ അല്ല എന്ന നിഗമനത്തിൽ വന്നത്. എന്താ പറയാ, പ്രതി ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് അന്വേഷണത്തിലൂടെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വെളിപ്പെടുത്തലുണ്ടായത്, ആത്മഹത്യ അല്ല എന്ന തീരുമാനമുണ്ടായത്. അവരൊന്നിച്ച് വന്ന് വാതിൽ തള്ളി തുറന്ന് ഈ കുട്ടിയെ പുറത്തെടുക്കുന്ന സാഹചര്യവും അവിടെ ഒരു പിന്നെ ആത്മഹത്യയുടെ രീതിയിൽ തന്നെയാണ് ഇത് പൊതുവെ വ്യാഖ്യാനിക്കപ്പെട്ടതും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിന്റെ ശേഷം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനുശേഷം വരുന്ന അന്വേഷണവും അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയിലേക്ക് എത്തുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ആ സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണ ഏജൻസിയെ അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിന് കീഴടങ്ങി അല്ലെങ്കിൽ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ചിന്തിക്കുന്നതും ശരിയല്ല. പിന്നെ ഇവിടെ UP-യും അതുപോലെ തന്നെ പിന്നെ ബീഹാറും രാജസ്ഥാനും ഒക്കെയായി കേരളത്തെ ഉപമിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ ഏത് കേസ് നടന്നാലും ആ കേസിന് FIR ഇടുന്നുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉന്നാവ കേസിലായാലും ദാദ്രി കേസിലായാലും ഒക്കെ സംഭവിച്ചത് എന്താ എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാകെ അറിയാം. എങ്ങനെയാണ് ശിക്ഷയിലേക്ക് എത്തിയത് എന്നും ഈ ദാദ്രി കേസിൽ ഹത്രാസിലെ കേസിൽ പെൺകുട്ടി തന്നെ പോയി മൊഴി കൊടുക്കുന്ന സാഹചര്യവും പിന്നീട് അവിടെ മാധ്യമ പ്രവർത്തകരെ പോലും കടത്തിവിടാത്ത സാഹചര്യവും എന്തൊക്കെ നടന്നു ഈ കേരളത്തിനകത്ത് ഉന്നാവയിലും കത്തുവയിലും അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന IIT-യിലെ കേസുകളും ഒക്കെ നമുക്കറിയാം. അവിടെയൊക്കെ ഒരു ഭരണകക്ഷിക്ക് വേണ്ടി നിലപാടുകൾ പറയും, അതിനുവേണ്ടി വാദങ്ങൾ നടത്തുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരായി അവിടുത്തെ ഭരണകക്ഷി നേതാക്കന്മാർ മാറിയത് നമ്മൾ കണ്ടതാ. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ ഒരു പ്രതിക്ക് വേണ്ടിയും ആരും നിലനിൽക്കുന്നില്ല. പ്രതികളെയെല്ലാം പിടിക്കണമെന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത്. അല്ലാതെ BJP നിലനിൽക്കുന്നത് പോലെ പ്രതിക്ക് വേണ്ടി വാദിക്കുകയും അതുപോലെ തന്നെ ഇരയുടെ ആക്രമിക്കുകയും ചെയ്യുന്ന ഇരയെയും സാക്ഷികളെയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിലില്ല.